മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ആദ്യമായി ജുമുഅ നമസ്കരിച്ച സന്തോഷത്തിലാണ് ഇന്ത്യൻ ഹാജിമാർ. കനത്ത ചൂടിനെ അവഗണിച്ചും മലയാളികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ മക്കയിൽ ജുമുഅയ്ക്കെത്തി. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 1.5 ലക്ഷത്തിലധികം ഹാജിമാരാണ് ഇതുവരെ സൗദിയിലെത്തിയത്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ മക്കയിലെത്തിയ ഹാജിമാരുടെ ആദ്യ ജുമുഅ ദിവസമായിരുന്നു ഇന്ന്. പുലർച്ചെ മുതൽ തന്നെ ഹാജിമാരെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ബസ്സുകളിലായി മസ്ജിദുൽ ഹറമിൽ എത്തിച്ചു തുടങ്ങിയിരുന്നു. 11 മണിയോടെ മുഴുവൻ തീർത്ഥാടകരും ഹറം പള്ളിയിലെത്തി. ആദ്യ ജുമുഅയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു മലയാളി തീർത്ഥാടകരും. നേരത്തെ പള്ളിയിൽ പോയി അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു. നിസ്കാരം ഖുർആനോത്തും എല്ലാം റാഹത്തായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഇവിടെ കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ പടച്ചവനെ. 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇന്ന് മക്കയിലെ ചൂട്. കടുത്ത ചൂടിനെ അവഗണിച്ചും തീർത്ഥാടകർ ജുമുഅയിൽ പങ്കെടുക്കാനെത്തി. ശക്തമായ ചൂടിൽ ചില തീർത്ഥാടകർക്ക് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടു. ഇവർക്കാവശ്യമായ ചികിത്സ നൽകിയ ശേഷം താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു. ആദ്യമായിട്ടാണ് ജുമുഅയ്ക്ക് പങ്കെടുക്കുന്നത്. പക്ഷേ ഒരു അത്ഭുതമായിരുന്നു. ജനങ്ങൾ കണ്ട് നിറഞ്ഞിട്ടേ നമുക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും സ്ഥലമില്ല, അത്രക്കും ആൾക്കാരായിരുന്നു. ഇന്ന് പുലർച്ചെ എത്തിയ മഹറമില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട തീർത്ഥാടകരും ജുമുഅയിൽ പങ്കെടുത്തു. 31,215 ഹാജിമാരാണ് ഇതുവരെ മക്കയിലെത്തിയിട്ടുള്ളത്. ഇതിൽ 2000-ലേറെ മലയാളി തീർത്ഥാടകരാണ് ഇപ്പോൾ മക്കയിലുള്ളത്. പിന്നെ ചൂട് ഭയങ്കരമാണ്. 31 ഡിഗ്രി ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും അതൊന്നും വിശ്വാസികൾ വകവെക്കാതെ എല്ലാവരും ഒഴുകിയെത്തിയാണ്. ഭയങ്കര റാഹത്തായി. ജുമുഅയ്ക്കായി തീർത്ഥാടകരെ മസ്ജിദുൽ ഹറമിൽ എത്തിക്കാനും താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കാനും പ്രത്യേക ക്രമീകരണങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ ടീമിനെയും മുഴുവൻ വാളണ്ടിയർമാരെയും ഇതിനായി രംഗത്തിറക്കി. മലയാളി സന്നദ്ധ സേവകരും ഹാജിമാർക്ക് തുണയായി ഹറം പരിസരത്തും ബസ് സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു. സാബിത് സലീം, മീഡിയ 1, മക്ക.